ഹെവൻലി മെഡിസിൻ്റെ ഈ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് മസിൽ സ്ട്രെങ്ത്തിനെ പറ്റിയാണ്. മസിൽ സ്ട്രെങ്ത്ത് ഇംബാലൻസ് ഉള്ളവരിൽ എങ്ങനെ അറിയാമെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ ചുണ്ടു കൂടിപ്പോകുന്നവർക്ക് നമ്മുടെ മസിൽ സ്ട്രെങ്ത്തിൻ്റെ ഇംബാലൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ കണ്ണുകൾ നേരെ നോക്കുമ്പോൾ കൃഷ്ണമണി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരിക്കുന്നവരിൽ സെല്ലുലാർ കാൽസ്യം ഇംബാലൻസ് ഉണ്ട്. നമ്മളെ കുട്ടികൾ പേന പിടിച്ചിട്ട് എഴുതുമ്പോൾ നമ്മുടെ ഈ വിരലിൽ ഈ ഔട്ട്വേർഡ് കർവായിരിക്കണം. പല കുട്ടികളും ഇങ്ങനെ ഉള്ളിലേക്ക് ഇരിക്കും. അപ്പോൾ ഈ മസിൽ സ്ട്രെങ്ത്ത് കുറവായതുകൊണ്ടാണ് ഇവരുടെ വിരൽ ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്നത്. ആക്ച്വലി ഇങ്ങനെ ഇരിക്കണം. മസിൽ സ്ട്രെങ്ത്ത് ഇംബാലൻസ് ഉള്ളവർ ഇങ്ങനെ ഇരിക്കും. ഇതാണ് കുട്ടികളിലെ കാണുന്ന ലക്ഷണങ്ങൾ. മുതിർന്ന സ്ത്രീകളിലാണെങ്കിൽ അടുക്കളയിൽ പണിയെടുക്കുന്നവരിൽ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകുമ്പോഴൊക്കെ ഭയങ്കര ശബ്ദം ഉണ്ടാവും. അവർക്ക് ഫൈൻ മോട്ടോർ ആക്ടിവിറ്റി കുറവായിരിക്കും. അപ്പോൾ അവർ ഒരു പേന തന്നെ താഴെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അവർ കൊണ്ടുപോയിട്ട് ഇടുള്ളൂ, കൈ വിടർത്തുമ്പോൾ ഇടുള്ളൂ, സ്ലോ ആയിട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിനാൽ അവർക്ക് ഭയങ്കര ശബ്ദം ഉണ്ടാവും. അവർ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഭയങ്കര ശബ്ദം ഉണ്ടാവും. പിന്നെ ചിലർ നടന്നു വരുമ്പോൾ തന്നെ കാല് നിരത്ത് ഒരച്ച് വരുന്ന ശബ്ദം കേൾക്കാം. അവർക്ക് കാല് ഉയർത്തി വയ്ക്കാനുള്ള മസിൽ സ്ട്രെങ്ത്ത് കുറവ്. അങ്ങനെയുള്ളവരിലും ഈ മസിൽ സ്ട്രെങ്ത്ത് കുറയുന്നത് കൊണ്ട് അവർ കാല് നിലത്തെ കൂടെ വലിച്ച് ഉറച്ച ശബ്ദം കേൾപ്പിച്ച് നടക്കുന്നവർക്കും കാൽസ്യം ഇംബാലൻസ് ഉണ്ട്. സെല്ലുലാർ ലെവൽ കാൽസ്യം ഇംബാലൻസ് അതൊരു ഷോർട്ടേജ് മാത്രമല്ല, അത് ബോഡി ബാലൻസ് ചെയ്താൽ മാത്രമാണ് അത് ബാലൻസ് ആവുള്ളൂ. അല്ലാണ്ട് കാൽസ്യം സപ്ലിമെൻറ്റ് കഴിച്ചതുകൊണ്ട് അത് ബാലൻസ് ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മസിലിൻ്റെ ബലം കുറയാനായിട്ടുള്ള കാരണം നമ്മുടെ ദഹനക്കുറവ് തന്നെയാണ്. ദഹനം നന്നായാൽ മാത്രമാണ് ഈ സ്ട്രെങ്ത്ത് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മസിലിൻ്റെ ഈ വിരലിൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന വിരൽ ഇങ്ങനെ ആകുകയും നമ്മുടെ കണ്ണ് ഒറിജിനൽ പൊസിഷനിലേക്ക് വരികയും നമ്മുടെ ചുണ്ട് ബാലൻസ് ആവുകയും ചെയ്യും. സ്ത്രീകളിൽ അടുക്കളയിലെ പാത്രം മുട്ടുന്ന ശബ്ദം കുറയും. കാല് പൊക്കി വച്ച് നടക്കാനുള്ള എനർജി ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് ഈ കാൽസ്യം ഇംബാലൻസ് നോർമൽ ആവുള്ളൂ. ഇതിനു വേണ്ടി നമ്മുടെ ഹെവൻലി മെഡിസിൻസിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ ബോഡി ഹോർമോൺ ബാലൻസ് ചെയ്യും, നമ്മുടെ വയറിൻ്റെ ദഹന വ്യവസ്ഥ നല്ലതാക്കും. ഇതാണ് ഇവിടുത്തെ ചികിത്സ. താങ്ക് യു വെരി മച്ച്.